നമ്മുടെ രാജ്യം വേറെ റേഞ്ചാണ് കേട്ടോ. നമ്മുടെ രാജ്യത്തിന്റെ സ്വത്തും സമാധാനവും കാക്കുന്ന ധീരരായ ഇന്ത്യൻ പട്ടാളക്കാരെ പോലെ തന്നെ നമ്മുടെ ബഹിരാകാശ സ്വത്തുക്കൾ കാക്കാനും ബോഡി ഗാർഡുകൾ വരുന്നു. ബഹിരാകാശത്ത് എങ്ങനെയാണ് ബോഡി ഗാർഡ്സിനെ വിന്യസിക്കുന്നതെന്നല്ലേ ഈ ഒരു സംശയം ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും. പറഞ്ഞുതരാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പേജ് റോഡിലേക്ക് സ്വാഗതം. എല്ലാ രാജ്യങ്ങൾക്കും ആസ്തികൾ ഭൂമിയിലുള്ളതുപോലെ തന്നെ ബഹിരാകാശത്തും ഉണ്ടാകും. അതായത് തങ്ങളുടെ രാജ്യം അയച്ച ഉപഗ്രഹങ്ങളുടെ രൂപത്തിൽ കോടികൾ ചിലവഴിച്ച് വർഷങ്ങളോളം ുള്ള പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് ഒരു ഉപഗ്രഹം തയ്യാറാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപഗ്രഹം എന്നത് ഒരു രാജ്യത്തിന്റെ വലിയ ആസ്തി തന്നെയാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. ഇന്ത്യ തങ്ങളുടെ ബഹിരാകാശ ആസ്തികളെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ഞാൻ നേരത്തെ പറഞ്ഞ ബോഡി ഗാർഡ്സിനെ ഇറക്കാൻ ഒരുങ്ങുകയാണ്. ബോഡി ഗാർഡ് എന്നത് ഇനി നിർമ്മിക്കാൻ പോകുന്ന അംഗരക്ഷാ ഉപഗ്രഹങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. 2024 നമ്മുടെ ഇന്ത്യൻ ഉപഗ്രഹത്തിന്റെ വളരെ അടുത്തുകൂടി ഒരു വിദേശ ഉപഗ്രഹം കടന്നുപോയിരുന്നു. ഈ ഒരു സംഭവമാണ് മേൽപ്പറഞ്ഞ തീരുമാനത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിച്ചത്. വെറും 1 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് ഈ വിദേശ ഉപഗ്രഹം നമ്മുടെ ഉപഗ്രഹത്തിന് അടുത്തുകൂടി കടന്നുപോയത്. തമ്മിൽ കൂട്ടിയിടിയൊന്നും സംഭവിച്ചില്ല എങ്കിലും ഒരു ആശങ്ക ജനിപ്പിക്കാൻ ഈ ഒരു സംഭവത്തിന് കഴിഞ്ഞു എന്നതാണ്. ഇത് ബഹിരാകാശ സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്താൻ നമ്മുടെ രാജ്യത്തെ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യ എന്തിനൊക്കെയാണ് ഈ പറഞ്ഞ ബഹിരാകാശ ആസ്തികളെ ആശ്രയിക്കുന്നത്? ആശയവിനിമയം, നാവിഗേഷൻ, രഹസ്യാന്വേഷണം, അതുപോലെ തന്നെ ഇന്റലിജൻസ് എന്നിവയ്ക്കായി ഒക്കെയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ബഹിരാകാശ ആസ്തികളെ ആശ്രയിക്കുന്നത്. ഇതുപോലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എതിരാളികൾ ഇന്ത്യൻ ഉപഗ്രഹങ്ങളെ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയോ അതുപോലെ തന്നെ പ്രവർത്തനരഹിതമാക്കുകയോ ചെയ്തേക്കാമെന്ന ആശങ്കകൾ ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടെന്നതാണ്. ഉയർന്ന മൂല്യമുള്ള ഇന്ത്യൻ ബഹിരാകാശ ആസ്തികളുടെ സംരക്ഷണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അവയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുമുള്ള ഉപഗ്രഹങ്ങൾ വികസിപ്പിക്കാനാണ് നമ്മുടെ ഭാരത സർക്കാർ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഈ എസ്കോട്ട് അല്ലെങ്കിൽ ബോഡി ഗാർഡ് ഉപഗ്രഹങ്ങളിൽ നിരീക്ഷണത്തിനുള്ള സെൻസറുകൾ, ദ്രുതഗതിയിലുള്ള സ്ഥാനമാറ്റത്തിനുള്ള പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഭീഷണികളെ തടയുന്നതിനോ പ്രവർത്തനരഹിതമാക്കുന്നതിനോ ഉള്ള പ്രതിരോധ സാങ്കേതിക വിദ്യകൾ എന്നിവ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമുകൾ അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ എതിരാളികളുടെ സൈനിക നീക്കങ്ങൾ ട്രാക്ക് ചെയ്യുകയും ഇന്റലിജൻസ് വിവരശേഖരണത്തിന് വലിയ സംഭാവന നൽകുകയും ചെയ്യും. ഇന്ത്യക്ക് നിലവിൽ 24 മണിക്കൂറും ഭ്രമണപഥത്തിൽ നിരീക്ഷണ ശേഷിയില്ല. എന്നാൽ നിരവധി ആഭ്യന്തര സ്റ്റാർട്ടപ്പുകൾ ഈ ഒരു മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പരിഹാരങ്ങൾ പര്യവേഷണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യ നിലവിൽ 100-ലധികം സജീവ ഉപഗ്രഹങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാന് അത് വെറും 8 ഉപഗ്രഹങ്ങൾ മാത്രമാണ്. പക്ഷേ ചൈനയ്ക്ക് 930-ലധികം ഉപഗ്രഹങ്ങളുടെ കണക്കുണ്ട്. അവയിൽ അത്യാധുനിക സൈനിക നിരീക്ഷണം, ആശയവിനിമയം, നാവിഗേഷൻ, ഉപഗ്രഹ വിരുദ്ധ അധിഷ്ഠിത സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു നീക്കം വളരെ വലിയ നേട്ടങ്ങൾ നമ്മുടെ രാജ്യത്തിന് സമ്മാനിക്കുമെന്നത് തന്നെ മനസ്സിലാക്കാം.